നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ആരോഗ്യരംഗത്തു നിന്നുള്ള പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ അൽഷിമേഴ്സ് രോഗബാധ സാധ്യതയെ കാര്യമായ കുറവ് വരുത്തുമെന്ന പഠനം. പുകയിലയിൽ ക്യാൻസർ രോഗബാധയ്ക്ക് വഴിവെക്കുന്ന ബാക്ടീരിയയെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസവും വരുമാനവും കുറഞ്ഞ ചുറ്റുപാടിൽ വളരുന്ന കൌമാരക്കാർക്ക് യൗവനകാലത്ത് അമിതവണ്ണം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം. ഇന്ത്യയിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ അൽഷിമേഴ്സ് രോഗം ബാധിക്കാനുള്ള സാധ്യതയിൽ ഗണ്യമായ കുറവ് വരുത്തുമെന്ന് പഠനം. ഇറച്ചി വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭക്ഷണ സമ്പ്രദായത്തിന് ഡിമെൻഷ്യ രോഗബാധയെ ചെറുക്കാൻ ശേഷിയുണ്ട്. പച്ചക്കറികളും ധാന്യങ്ങളും പഴങ്ങളുമാണ് രോഗഭീഷണിയെ ചെറുക്കുന്നത്. ഇന്ത്യൻ ഭക്ഷണരീതിക്കൊപ്പം പരമ്പരാഗത മെഡിറ്ററേനിയൻ ഭക്ഷണവും അൽഷിമേഴ്സ് രോഗസാധ്യത ചെറുക്കുമെന്നും പഠനത്തിൽ തെളിഞ്ഞു. പച്ചക്കറിക്കും പഴങ്ങൾക്കും ധാന്യങ്ങൾക്കുമൊപ്പം അല്പം ഇറച്ചിയും ധാരാളം മത്സ്യവും അടങ്ങുന്നതാണ് മെഡിറ്ററേനിയൻ ഭക്ഷണരീതി. കാലിഫോർണിയയിലെ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് റിസർച്ച് സെന്ററിലാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. ആർത്രോസ്കോപ്പി എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അയ്യപ്പൻ വി നായരാണ്. നമസ്കാരം ഡോക്ടർ. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി എന്താണ് ആർത്രോസ്കോപ്പി? അസ്ഥിരോഗ ചികിത്സയിൽ ഇത്തരം താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പങ്ക് എന്താണ്? കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേമായിട്ട് നമ്മൾ ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് സ്കോപ്പ് ഉപയോഗിച്ച് ഒരു ക്യാമറ ഉപയോഗിച്ച് സന്ധികളിൽ ഒരുമാതിരി നമുക്ക് എല്ലാ സന്ധികളിലും സ്റ്റാർട്ടിങ് നമുക്ക് ഷോൾഡർ, കൈമുട്ട്, എൽബോ സർജറി, റിസ്റ്റ്, ഹിപ്പിൻ്റെ ആർത്രോസ്കോപ്പി, നീ, ആങ്കിൾ, എല്ലാ ജോയിൻറ്റ്സിലും നമുക്ക് ആർത്രോസ്കോപ്പ് ഉപയോഗിച്ച് അകത്ത് വിഷ്വലൈസ് ചെയ്യാനും, അതായത് അകത്ത് ജോയിൻറ്റിൻ്റെ പ്രതലം കാണാനും അകത്തുള്ള പത്തോളജി അല്ലെങ്കിൽ ഉള്ള രോഗാവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, അതേസമയം ഈ കാണുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അതിന് വേണ്ട ചികിത്സ ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുക സന്ധികളിൽ നമുക്ക് കാണപ്പെടുക ബേസിക്കലി 3-4 തരം രോഗാവസ്ഥകളാണ്. ഒന്ന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പഴുപ്പുകെട്ട്, 2 ഇൻഫ്ലമേഷൻ, അതായത് വാതരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വാതരോഗം, ദാറ്റ് ഈസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ പലതരം ആർത്രൈറ്റിക് കണ്ടീഷൻസ്. അതുകൂടാതെ നമുക്ക് അതിലും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറീസ്, പരിക്കുകൾ, ജോയിൻറ്റ്സിനുണ്ടാകുന്ന പരിക്കുകൾ. അപ്പോൾ ഈ അവസ്ഥകളിലെല്ലാം നമുക്ക് ഈ കീഹോൾ സർജറി ഉപയോഗിച്ച് നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ, അതായത് ഒരു 3 തൊട്ട് 5 മില്ലിമീറ്റർ ഇൻസിഷനെ ഉണ്ടാവത്തുള്ളൂ, അതായത് ചെറിയ ഇൻസിഷനെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് ഈ ചെറിയ ഇൻസിഷൻ കാരണം നമുക്ക് ടിഷ്യൂലുണ്ടാകുന്ന ട്രോമ വളരെ കുറവാണ്. അത് കാരണം പേഷ്യൻസിന് വേഗം റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വേഗം തിരിച്ച് അവരുടെ പഴയ ജോലിക്കും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ്. ഡോക്ടറോടൊപ്പം തന്നെ ഈ കാൽമുട്ടിന്റെ സന്ധിയെ ബാധിക്കുന്ന മറ്റ് രോഗാവസ്ഥകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? ഇപ്പം മേൽ പറഞ്ഞതുപോലെ, അതായത് ആദ്യത്തെ ചോദ്യത്തിന് ഉള്ള ഉത്തരം പോലെ, നമുക്ക് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസ്, ദാറ്റ് ഈസ് ഇൻഫെക്ഷൻ, പഴുപ്പുകെട്ട്, ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ ട്രോമ, ഈ കണ്ടീഷൻസിനെല്ലാം നമുക്ക് മുട്ടിൻ്റെ കീഹോൾ സർജറി ഉപയോഗിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, പരിക്കുകളാണ്. ഈ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നെങ്കിലും ഇതിന് സാധാരണ സ്പോർട്സ് ചെയ്യാത്ത ആൾക്കാർക്കും ഒന്ന് വഴുതി വീണാലോ കാലൊന്ന് തിരിഞ്ഞാലോ ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ അസുഖങ്ങൾ. കാൽമുട്ടിൻ്റെ സന്ധി അല്ലെങ്കിൽ നീ ജോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 എല്ലുകൾ ചേരുന്നതാണ് ജോയിൻ്റ്. തൊടയുടെ എല്ല്, ഇത് കാലിൻ്റെ ചിരട്ട, താഴെ കാലിൻ്റെ എല്ല്, ഇത് ഇത്രയും ചേരുന്നതാണ് ജോയിൻ്റ്. അപ്പോൾ ജോയിൻറ്റിനകത്ത് ഈ ജോയിൻറ്റിനെ കവർ ചെയ്യുന്ന ഒരു സർഫസ് അല്ലെങ്കിൽ കാർട്ടിലേജ്, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉണ്ട്, അതിനെ കാർട്ടിലേജ് എന്ന് പറയും. ഈ ജോയിൻറ്റിനെ പിടിപ്പിച്ച് നിർത്തുന്നത്, അത് 2 എല്ലുകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ വള്ളികളാണ്. അപ്പോൾ കാലിൻ്റെ 2 സൈഡിലും, അതായത് ജോയിൻറ്റിന് പുറത്തും അകത്തും വള്ളികളുണ്ട്. ഈ വള്ളികൾക്ക് ഡാമേജ് സാധാരണയിൽ സ്പോർട്സ് ഇഞ്ചുറീസ് കാണപ്പെടാറുണ്ട്. അതുകൂടാതെ ഉള്ളിൽ വാഷർ പോലെ ഒരു കിഡ്നി ഷേപ്പായിട്ടൊരു സ്ട്രക്ചർ കാണാം.
അത് വാഷർ അല്ലെങ്കിൽ മെനിസ്കസ് എന്നാണ് പറയുന്നത്. ഇതും സാധാരണഗതിയിൽ നമുക്ക് ഇനി ഇഞ്ചുറീസ് അല്ലെങ്കിൽ പരിക്കുകളിൽ കാണപ്പെടാറുണ്ട്. ജോയിൻസിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, ഇപ്പോൾ ഈ ഇഞ്ചുറീസ് സാധാരണ ആൾക്കാർക്കും, അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതചര്യയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇടയിലും ഇതുപോലെ വഴുതി വീഴാനോ കാലം തിരിയുമ്പോഴൊക്കെ ഈ മുട്ടിന് ഇഞ്ചുറി വരാം. അതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇഞ്ചുറീസ്, ലോകത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യും സർജറി ചെയ്യുകയും നമ്മൾ ചെയ്യുന്നത് ACL എന്ന് പറഞ്ഞ ജോയിൻറ്റിനകത്ത് വള്ളിക്കുണ്ടാകുന്ന ഡാമേജിനുള്ളതാണ്. അത് നമ്മൾ കീഹോൾ സർജറി വഴി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് വേഗം സുഖം പ്രാപിക്കുകയും ഇൻ എ മാറ്റർ ഓഫ് മേ ബി 6 ആഴ്ച ടു 3 മാസം കൊണ്ട് പഴയതുപോലെ നോർമൽ ആക്ടിവിറ്റീസിൽ വരാനും സാധാരണ ഒരാൾക്ക് സാധിക്കും. സ്പോർട്സ് ഇഞ്ചുറീസ് ആണെങ്കിൽ തിരിച്ച് അത്ലറ്റിക് ആക്ടിവിറ്റീസിൽ പോകണമെങ്കിൽ ഈ പേഷ്യൻസിന് ഏകദേശം 6 മാസത്തെ ഫിസിയോതെറപ്പി വേണം. അത് കഴിഞ്ഞാൽ തിരിച്ച് ആക്റ്റീവ്, അതായത് ആയിട്ടുള്ള ദാറ്റ് ഈസ് ആക്റ്റീവ് ബാഡ്മിൻ്റൺ, ടെന്നീസ് തുടങ്ങിയ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ, പറഞ്ഞ മുട്ടിൻ്റെ ഈ കാർട്ടിലേജിന് പരിക്കുണ്ടാകാറുണ്ടോ? അതിന് എന്തെല്ലാമാണ് ചികിത്സ? കാർട്ടിലേജ് എന്ന് പറയുന്നത് ജോയിൻറ്റിൻ്റെ സർഫസിൽ, അതായത് പ്രതലത്തിലുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിനാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ കാർട്ടിലേജിന് 2 രീതിയിൽ രോഗബാധ അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാവാം. ഒന്ന്, ഈ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാർട്ടിലേജിന് തേയ്മാനം വരാം. അത് നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടുമ്പോൾ അതിൻ്റെ ടയർ തേയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ്, ഭാരം താങ്ങുന്ന ഒരു ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. അതിൻ്റെ പല റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് കാരണം ഇതിന് തേഞ്ഞിട്ട് അതിന് ഇഞ്ചുറി ഉണ്ടാവാം. അതുകൂടാതെ നമ്മൾ കാലൊന്ന് വഴുതി വീഴുകയോ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഇഞ്ചുറിയുടെ ഭാഗമായോ ഈ കാർട്ടിലേജിൻ്റെ ഒരു ഭാഗം അടർന്നു പോകാനും അവിടെ ഇഞ്ചുറി വരാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കൊണ്ട് നമുക്ക് എക്സാക്ട്ലി എവിടെയാണ് ഇതെന്ന് കണ്ടുപിടിക്കാം. മാത്രമല്ല അതിന് പുതിയ ന്യൂവർ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികൾ തന്നെയുണ്ട്. അതിൽ നമ്മുടെ ബോൺ മാരോ ആസ്പിറേറ്റ്, അതായത് നമ്മുടെ ബോൺ മാരോ മജ്ജ അതെടുത്ത് നമ്മളത് പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അത് അവിടെ ഇഞ്ചെക്ട് ചെയ്താലോ അവിടെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരു ചികിത്സ ചെയ്താലോ പഴയതുപോലെ തന്നെ ഇൻ എ മാറ്റർ ഓഫ് ഒരു 3 to 6 months പേഷ്യൻ്റ് പഴയതുപോലെ ഈ ഉണ്ടായിരിക്കുന്ന കാർട്ടിലേജ് ഡാമേജിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വളരെ നൂതനമായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ സാധാരണയിൽ നമ്മൾ ചെയ്യാറുണ്ട്. സോ വളരെ നല്ല റിസൾട്ട്സാണ് നമ്മുടെ പേഷ്യൻസിനെല്ലാം. ഡോക്ടർ, ഈ കാൽമുട്ടിൻ്റെ കാര്യം വിശദമായി പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ തോൾ ഷോൾഡർ ജോയിൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് വിശദീകരിക്കാമോ? ഷോൾഡർ ജോയിൻ്റ് അല്ലെങ്കിൽ തോൾ സന്ധി വളരെ ഇതുവരെ ഇത്രയും കാലമായിട്ട് വളരെ നിഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോയിൻ്റായിരുന്നു. അതായത് വളരെയധികം പേഷ്യൻസ് വരാറുണ്ട്. അതായത് തോളിൽ വേദന അല്ലെങ്കിൽ തോളിൽ ചെറിയ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. ഇത്രയും നാളായിട്ട് മേ ബി കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് വരെ ഈ പേഷ്യൻസിന് നമുക്ക് കൊടുക്കാവുന്ന ചികിത്സ വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഈ ഷോൾഡർ സർജറി വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമുക്ക് തോളിന് എന്താണ് പ്രോബ്ലംസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കീഹോൾ സർജറി വഴി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി നമുക്ക് ഷോൾഡറിനെ സംബന്ധിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ചികിത്സ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിഥ്യയാണ്. അതായത് 2 എല്ലുകൾ ചേരുന്നത് മാത്രമാണ് ഒരു ജോയിൻ്റ് എന്നത്. പക്ഷേ ഷോൾഡർ ജോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 കൂടുതൽ നമുക്ക് എല്ലുകളുണ്ട്. അതായത് ഇത് നമ്മുടെ തോൾ പലക എന്ന് പറയുന്നതാണ് ഒരു സോക്കറ്റ് ഫോം ചെയ്യുന്നത്. നമ്മുടെ കൈയുടെ മുകൾ ഭാഗം ഒരു ബോളായിട്ട് വന്ന് ഇവിടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ് ഫോം ചെയ്യുക. അതുകൂടാതെ നമുക്ക് തോൾ എല്ല്, ക്ലാവിക്കിൾ എന്ന് പറഞ്ഞ തോൾ എല്ലും അതിൻ്റെ പുറകിൽ ഇവിടെ ഒരു AC ജോയിൻ്റ് എന്ന് പറഞ്ഞ ജോയിൻറ്റും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ഷോൾഡർ ജോയിൻ്റ്. ഈ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റും മസിൽസ് അല്ലെങ്കിൽ പേശികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേശികളുണ്ട്. അതിൽ സുപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, സബ്സ്കാപ്പുലാരിസ് ഇങ്ങനെ തുടങ്ങിയ പേശികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ജോലി ഈ മസിൽസ് എല്ലാം വന്ന് പിടിപ്പിക്കുന്നത് ഈ ബോളിൻ്റെ അഗ്രഭാഗത്താണ്. സോ ഈ മസിൽസിൻ്റെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ ഒരു നോർമലായിട്ട് കൈ പൊക്കാനും കൈ തിരിക്കാനും അതുപോലെ തന്നെ കുഴ തെറ്റാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ഷോൾഡർ ജോയിൻറ്റിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഒരു രോഗികൾ വരാറ് സാധാരണ വരിക പെയിൻ, വേദന, 2 കുഴ തെറ്റുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് വരാറ്. അതിൽ പെയിൻ
പെയിനും അതിൻ്റെ വേദന, അതിൻ്റെ കൂട്ടത്തിൽ കൈ പൊക്കാനുള്ള ഒരു ശക്തിക്കുറവും ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അതൊരു ഡയഗ്നോസിസ് കിട്ടുക കഫ് ടയർ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കഫ്, അതായത് ഈ പേശികൾ വന്ന് ഈ ബോളിൻ്റെ മുകൾ ഭാഗത്ത് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന കീറൽ അല്ലെങ്കിൽ ടയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുക. അപ്പോൾ വേദനയുടെയും അതുപോലെ ഒരു കൈ പൊക്കാനുള്ള ശക്തിക്കുറവിൻ്റെയും റീസൺസ് ആണ് ഇതാണ്. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ കാണുന്നത് കുഴ തെറ്റിയിട്ട് വരിക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷൻ, റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ എന്നും പറയും. അതായത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഷോൾഡറിൻ്റെ കുഴ തെറ്റിയിട്ട് വരുന്നൊരു കണ്ടീഷൻ. ഇതെല്ലാം നമുക്ക് ആർത്രോസ്കോപ്പി വഴി നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും. ഡോക്ടർ, ഈ കഫ് ടയറിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഇത് തോളിൽ ബലക്ഷയവും വേദനയും ഉണ്ടെങ്കിൽ അത് ഈ ഒരു കഫ് ടയർ എന്ന അവസ്ഥ മൂലമായിരിക്കുമോ? സാധാരണഗതിയിൽ വീക്ക്നെസ് അല്ലെങ്കിൽ കൈ പൊക്കാനുള്ള ശക്തിക്കുറവ് ഉണ്ടാവണമെങ്കിൽ 2 റീസൺസ് ഉണ്ടാവാം. ഒന്നുകിൽ നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന സുഷുമ്ന നാഡിയിൽ നിന്ന് വരുന്ന നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പുകൾക്കുണ്ടാവുന്ന എന്തെങ്കിലും കംപ്രഷനോ വീക്ക്നെസ്സോ ഉണ്ടെങ്കിൽ ഈ കൈ പൊക്കാനുള്ള വീക്ക്നെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൈ പൊക്കാനുള്ള ഇനബിലിറ്റി ഉണ്ടാവാം. അതുകൂടാതെ നമ്മൾ ഓർത്തോപെഡിക്സിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് വേദനയും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന കൈ പൊക്കാനുള്ള ഇനബിലിറ്റി, വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി കഫ് ടയർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ കഫ് ടയർ 2 തരം, അതായത് ഒരു ചെറുപ്പക്കാരിലൊക്കെ വരികയാണെങ്കിൽ, പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് വരികയാണെങ്കിൽ ആ സാധനത്തിൽ കൈ കുത്തി വീഴുകയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഫ് പെട്ടെന്ന് വലിഞ്ഞ് പൊട്ടിപ്പോകാം, റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകാം. അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരാണെങ്കിൽ അത് ഈ നേരത്തെ കാണിച്ച എല്ലുകൾ, പല എല്ലുകൾ തമ്മിൽ ഒരഞ്ഞിട്ട് ഈ കഫ് കീറി ഒരഞ്ഞു പോകാം. അങ്ങനെ ഇതിങ്ങനെ 2 രീതിയിൽ നമുക്ക് കഫ് ടയർ ഉണ്ടാവാം. ഡോക്ടറോടൊപ്പം തന്നെ വളരെ സാധാരണമായിട്ടുള്ളൊരു മറ്റൊരു അവസ്ഥയാണ് ഈ കുഴ തെറ്റുക എന്നത്. ഇപ്പോൾ ഈ കുഴ തെറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ എന്താണ്? ഒരു തവണ ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിക്ക് കുഴ തെറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിന് ആ സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സ എടുത്തില്ല എങ്കിൽ, അതായത് കൈ തിരിച്ച് പിടിച്ചിട്ട് കൈ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 4 ആഴ്ച തൊട്ട് 6 ആഴ്ച വരെയെങ്കിലും ഇമ്മൊബിലൈസ് ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെയും കുഴ തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് പിന്നെയും റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ കുഴ തെറ്റാനുള്ള റീസൺ. ഇത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഒരു പിക്ചറാണ്. ഇത് അതിൻ്റെ ബോളും സോക്കറ്റും കാണിക്കുന്നുണ്ട്. ഈ സോക്കറ്റിന് ചുറ്റും ഒരു റബ്ബറിൻ്റെ ബീഡിങ് പോലെ ഒരു സ്ട്രക്ചറുണ്ട്. അതിനെ ലേബ്രം എന്നാണ് പറയുന്നത്. സാധാരണയിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലേബ്രത്തിനുണ്ടാവുന്ന ഒരു ഡാമേജോ അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് അടുത്ത് കിടക്കുന്ന ഈ ബോണിന് ചെറിയ ഡാമേജ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ ഈ ബോളിൻ്റെ ഭാഗത്തുണ്ടാവുന്ന ഈ ഒരു ഭാഗത്തും ഒരു ഡാമേജ് ഉണ്ടാവാം. അവിടെ ചതഞ്ഞിട്ടാണ് ഈ ഡാമേജ് ഉണ്ടാവുന്നത്. ഇത് കാരണമാണ് ഈ ഡിഫക്ട്സ്, അതായത് ഇവിടുത്തെ ഈ ഡിഫക്റ്റും ഈ ലേബ്രത്തിലെ ഡിഫക്റ്റും അസ്ഥിക്ക് ഉണ്ടാകുന്ന ഡിഫക്റ്റും കാരണമാണ് പിന്നെയും ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഷോൾഡറിൻ്റെ ഈ കുഴ തെറ്റുന്ന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബങ്കാർഡ് സർജറിയുടെ ഒരു വീഡിയോ ആണ്. ഇതിന് കാണിക്കുന്നത് അതിൻ്റെ സോക്കറ്റാണ്. സോക്കറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ ഈ പൊട്ടിക്കിടക്കുന്ന ലേബ്രം അല്ലെങ്കിൽ അതിൻ്റെ റബ്ബറിൻ്റെ ബീഡിങ് പോലുള്ള ഭാഗം കാണാൻ പറ്റും. അത് നമ്മൾ ഈ ആങ്കർ അല്ലെങ്കിൽ സ്ക്രൂ പോലെയുള്ള ഒരു സാധനം ഇട്ടിട്ട് അത് കെട്ടി തിരിച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പടത്തിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത്. ഡോക്ടറോടൊപ്പം തന്നെ ഈ തോളിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? തോളിലെ ഷോൾഡർ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് 3 തരമാണുള്ളത്. ഹെമി ആർട്ടോപ്ലാസ്റ്റി, ടോട്ടൽ ഷോൾഡർ ആർട്ടോപ്ലാസ്റ്റി, റിവേഴ്സ് ഷോൾഡർ ആർട്ടോപ്ലാസ്റ്റി എന്ന് 3 തരമാണ് നമുക്കുള്ളത്. അതിൽ ഹെമി ആർട്ടോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ജോയിൻറ്റിൻ്റെ ഒരു പകുതി സന്നദ്ധിയിൽ നമ്മൾ ഒരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് തോളിൻ്റെ ഈ ബോളിൻ്റെ ഭാഗത്ത് ഒരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫ്രാക്ചറിനെ നമ്മൾ തിരിച്ച് പഴയതുപോലെ പ്ലേറ്റും സ്ക്രൂ ഇട്ട് പിടിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ഇല്ല എങ്കിൽ അതിന് ആ ഭാഗം റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ഭാഗം മാത്രം സ്റ്റീൽ കൊണ്ട് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ മെറ്റൽ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അതിനെ ഹെമി ആർട്ടോപ്ലാസ്റ്റി എന്ന് പറയും. അതേസമയം ചില പേഷ്യൻസ് വരാണ്ട് അതായത് ജോയിൻറ്റിന് മൊത്തത്തിലുള്ള ആർത്രൈറ്റിസ്, അതായത് വാതരോഗമോ അതുപോലുള്ള ഓസ്റ്റിയോആർത്രൈറ്റിസോ എന്തെങ്കിലും ആർത്രൈറ്റിസ് കൊണ്ടുവരികയാണെങ്കിൽ ജോയിൻറ്റിൻ്റെ 2 ഭാഗവും, അതായത് ബോളും സോക്കറ്റും രണ്ടും ഈക്വലി എഫക്റ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ അത് 2 ഭാഗത്തിനെയും റീപ്ലേസ് ചെയ്യുന്നതാണ് ടോട്ടൽ ഷോൾഡർ. പിന്നെ റിവേഴ്സ് ഷോൾഡർ എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഫ് ടയർ വരുന്ന പേഷ്യൻസിന്, അതായത് ഈ കൈ പൊക്കാൻ ഒട്ടും പറ്റത്തില്ല, അങ്ങനെയുള്ള ആ മസിൽ കീറിപ്പോയി തിരിച്ച് ആ മസിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ റിവേഴ്സ് ഷോൾഡർ ആർട്രോപ്ലാസ്റ്റി ഉപയോഗപ്പെടും. ഈ തോളിൽ ചെയ്യുന്ന ശസ്ത്രക്രിയകളിൽ നൂതന രീതികൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? ഇതിൽ ഷോൾഡർ സർജറിയിൽ ഏറ്റവും പുതിയ ടെക്നിക്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സുപ്പീരിയർ ക്യാപ്സുലാർ റിപ്പയർ എന്നൊരു ടെക്നിക്കാണ്. ഇതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ നേരത്തെ പറഞ്ഞ കഫ് ടയർ ഉണ്ടാകുന്ന പേഷ്യൻസിൽ, ഞാൻ പറഞ്ഞു ചില പേഷ്യൻസിന് നമുക്ക് കഫ് ടയർ റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിരുന്നത് റിവേഴ്സ് ഷോൾഡർ ശസ്ത്രക്രിയയാണ്. റിവേഴ്സ് ഷോൾഡർ ഓർത്തോപ്ലാസ്റ്റി ഒരു വളരെ ചെലവ് കൂടിയ ഒരു സർജറിയാണ്. ആ ഇംപ്ലാന്റ്, അതായത് അതിടുന്ന ആ മെറ്റലിൻ്റെ ഇംപ്ലാന്റ് തന്നെ കുറച്ചധികം പൈസയാവും. അപ്പോൾ അതിന് പകരം ആയിട്ട് നമ്മൾ കീ ഹോൾ വഴി ചെയ്യുന്ന ഒരു പുതിയ ടെക്നിക്കാണ് സുപ്പീരിയർ ക്യാപ്സുലാർ റിപ്പയർ. അത് നമ്മൾ ചെയ്യണത് പേഷ്യൻറ്റിൻ്റെ തുടയുടെ ഭാഗത്തു നിന്ന് ഒരു പേശി എടുത്ത് അതിനെ ഈ ഷോൾഡറിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള കഫുമായിട്ട് ചേർത്ത് കെട്ടിവെക്കുന്നതാണ് സുപ്പീരിയർ ക്യാപ്സുലാർ റിപ്പയർ. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ വളരെയധികം കേസുകൾ ചെയ്തു കഴിഞ്ഞു. അത് വളരെയധികം ഗുഡ് റിസൾട്ട്സ് ആൻഡ് ഇത്രയും ചിലവ് കൂടിയ റിവേഴ്സ് ഷോൾഡർ ആർട്രോപ്ലാസ്റ്റി ചെയ്യാതെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു ടെക്നിക്കാണ്. ഇതോടൊപ്പം തന്നെ ഈ തോളിലെ സർജറിക്ക് ശേഷം ഈ റിക്കവറി എങ്ങനെയാണ്? വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ആകുമ്പോൾ പൂർണ്ണമായിട്ടും മാറുമോ ഈ അവസ്ഥ? ഷോൾഡറിലെ കീ ഹോൾ സർജറി കഴിഞ്ഞാൽ, അതായത് ഒന്നുകിൽ കുഴ തെറ്റിയതിനുള്ള സർജറിയോ അല്ലെങ്കിൽ കഫ് റിപ്പയറിന് ശേഷമുള്ള സർജറിയോ, അതിനുശേഷം ഉള്ള റീഹാബിലിറ്റേഷൻ ഏകദേശം ഒരേ സമയമാണ്. അതായത് എന്ത് സർജറി കീ ഹോൾ ചെയ്ത് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് 6 weeks to, അതായത് 6 ആഴ്ച തൊട്ട് 3 മാസം വരെ എടുക്കും പേഷ്യൻസ് ഏകദേശം നോർമലായിട്ട് തിരിച്ചു കിട്ടാൻ. ഇതിൻ്റെ എന്തുകൊണ്ട് ഈ ഡിലേഡ് ടൈം ഒക്കെ, അതായത് ഈ 3 മാസം എന്തിനു വേണം, എന്തുകൊണ്ടാണ് 6 weeks to 3 months? അതിനുള്ള മെയിൻ റീസൺ, നമ്മൾ ഈ റിപ്പയർ ചെയ്ത് ഓരോ മസിലും തിരിച്ച് കെട്ടിവെക്കുമ്പോൾ അത് തിരിച്ച് എല്ലിൽ പിടിക്കണം. എല്ലിൽ പിടിച്ചത് ഹീൽ ചെയ്യാനുള്ള സമയമാണ് ഈ 12 തൊട്ട് 15 ആഴ്ച. സാധാരണ ഈ 15 ആഴ്ച പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് ശരിക്കും ഫിസിയോതെറപ്പി ചെയ്ത് അതിനുശേഷം കൈ വഴക്കിയെടുത്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഫുൾ നോർമൽ ആക്ടിവിറ്റീസിലായിട്ട് പേഷ്യൻ്റ് തിരിച്ചു വരാറുണ്ട്. സാധാരണ കൈ കൊണ്ട് വെയിറ്റ് ഒക്കെ എടുക്കാൻ, ഭാരമൊക്കെ എടുക്കാൻ ഒരു 6 മാസം വരെ വേണം. ചില കേസുകളിൽ 9 മാസം വരെ പോകും. പക്ഷേ മോസ്റ്റ്ലി 3 മാസം കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഫുള്ളായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അത് തിരിച്ച് 180 ഡിഗ്രി കൈ പൊക്കാൻ സാധിക്കും. ഈ തോളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൈമുട്ടിലേക്ക് വന്നാൽ ഈ കൈമുട്ടിലേൽക്കുന്ന പരിക്കുകൾ എങ്ങനെയുള്ളവയാണ്? അതിനുള്ള ചികിത്സ എന്തെല്ലാമാണെന്ന് പറയാമോ? ഈ കാൽമുട്ടിനെയോ ഷോൾഡറിനെയോ പോലെ തന്നെ കൈമുട്ടിനും എൽബോ ജോയിൻറ്റിനും നമുക്ക് കാർട്ടിലേജ് ഉണ്ട്, ചുറ്റും വള്ളികൾ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് ഉണ്ട്. ഈ കാർട്ടിലേജിനോ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സിനോ ഉണ്ടാവുന്ന ക്ഷതങ്ങളാണ് അല്ലെങ്കിൽ ഇഞ്ചുറിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. ഇതിലേറ്റവും ഡെബിലിറ്റേറ്റിംഗ്, അതായത് പേഷ്യൻറ്റിനെ കൂടുതൽ ബാധിക്കുന്നത്, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നത് കൈയുടെ കുഴ പിന്നെയും തെറ്റാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ കീ ഹോളായിട്ട് പോയി അതിനകത്ത് വിഷ്വലൈസ് ചെയ്യാനും ലിഗമെൻ്റ് എവിടെയാണ് പൊട്ടിയെന്ന് നോക്കാനും MRI വഴിയും നമുക്ക് കൃത്യമായിട്ടൊരു ഡയഗ്നോസ് കൊണ്ടുവരാനും അതിനുശേഷം ആ ലിഗമെൻറ്റ്സിനെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്ക് സ്റ്റേബിളായിട്ടൊരു എൽബോ കിട്ടും. ഇത് കൂടാതെ കാണപ്പെടുന്നത് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ തുടങ്ങിയ അസുഖങ്ങളാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥകളാണ്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ടെന്നീസ് പ്ലേയേഴ്സിന് മാത്രമല്ല, സാധാരണയിൽ ഒരു സ്ഥിരമായിട്ട് കൈ കൊണ്ട് ഒരു വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ചില വീട്ടമ്മമാർക്ക് തന്നെ നമ്മൾ തൂക്കുക, അപ്പോൾ കൈ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ എടുക്കുക, അതിനുശേഷം ഈ കൈമുട്ടിൻ്റെ പുറത്തെ വശത്ത് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഒന്നുകിൽ ഇഞ്ചെക്ഷൻസ് വഴിയോ, അതായത് PRP അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് വഴിയോ, അല്ലെങ്കിൽ ആ ഇഞ്ചെക്ഷൻസിന് കൊണ്ട് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ കീഹോൾ സർജറി വഴിയോ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതോടൊപ്പം ഈ കാലിൻ്റെ കുഴയിലുണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ, അത് ഈ ആർത്രോസ്കോപ്പിയിലൂടെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? ഈ എൽബോ ജോയിൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള ജോയിൻറ്റ്സ് പോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് വിഷ്വലൈസേഷൻ, ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുക ആർത്രോസ്കോപ്പി വഴിയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന കാർട്ടിലേജ് ഡാമേജിനും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ജോയിൻറ്റിനെ ഫ്യൂസ് ചെയ്യാനും, അതായത് ചില കണ്ടീഷൻസിൽ ജോയിൻറ്റ് ഒത്തിരി തേഞ്ഞു പോയി കഴിഞ്ഞാൽ
അതിനെ കീ ഹോൾ വഴി തന്നെ നമുക്ക് ഫ്യൂസ് ചെയ്ത് ആ എല്ലുകളെ, അതായത് കാലിൻ്റെ ആ കുഴയെ ഒരുമിച്ച് ഒറ്റ ഒരു എല്ലാക്കി മാറ്റി ആ കാലിന് സ്റ്റെബിലിറ്റി കൊടുക്കാനും കീ ഹോൾ ശസ്ത്രക്രിയ വഴി നമുക്ക് കഴിയും. ഡോക്ടറോടൊപ്പം തന്നെ ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വിശദീകരിക്കാമോ? ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി നമുക്ക് ജോയിൻറ്റിന് തേയ്മാനം സംഭവിക്കും. തേയ്മാനം കൂടുതലും പ്രായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തേയും. അതുപോലെ വെയിറ്റ് കൊടുക്കുന്ന, അതായത് ഭാരം വഹിക്കുന്ന ജോയിൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം വരിക. ആ ജോയിൻറ്റ് കുറേശ്ശെ, അത് നമുക്കൊരു 10-35 വയസ്സ് തൊട്ട് തന്നെ എല്ലാവർക്കും കുറേശ്ശെ തേയ്മാനം തുടങ്ങും. പക്ഷേ അതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ആ രോഗാവസ്ഥയായിട്ട് അത് മാറുന്നത് ആ വേദന സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ വരുന്നതാണ്. അത് വരുന്നത് ആ പേഷ്യൻ്റ് ഒരു 50-55 വയസ്സൊക്കെ വരുമ്പോഴാണ് സന്നദ്ധിയിലുണ്ടാവുക. മുട്ടിൻ്റെ തേയ്മാനത്തിന് അല്ലെങ്കിൽ ആർത്രൈറ്റിസിനെ നമുക്ക് പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ. ഒരു 35-40 വയസ്സൊക്കെ തുടങ്ങുമ്പോൾ ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന തേയ്മാനത്തിനെ സ്റ്റേജ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത സ്റ്റേജ്, കുറച്ചും കൂടി തേയ്മാനം കൂടിയ സ്റ്റേജസിൽ നമുക്ക് മരുന്നുകൾ വഴിയോ ഫിസിയോതെറപ്പി വഴിയോ അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറപ്പി വഴിയോ മുട്ടിനകത്ത് ഇഞ്ചക്ഷൻ വഴിയോ നമുക്കൊക്കെ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 3, സ്റ്റേജ് 4 വരുമ്പോൾ പേഷ്യൻസിന് സഹിക്കാൻ വയ്യാത്തിൽ കൂടുതൽ വേദന ഉണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും, അത് ഈ പിക്ചറിൽ കാണാൻ പറ്റും. അതായത് ഫുള്ളായിട്ട് തേഞ്ഞ് പോയിരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ വേറെ ഒരു മരുന്നോ ഒരു തെറപ്പിയോ ഹെൽപ്പ് ചെയ്യില്ല. ഈ ഒരു കണ്ടീഷനിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് മാത്രമേ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്തു. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ കാണിച്ച പിക്ചറിൽ തേഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടിരുന്നു. അതായത് കാർട്ടിലേജ് എന്ന ഒരു പ്രതലമാണ് തേഞ്ഞു പോയിരിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മെറ്റൽ, കൊബാൾട്ട്, ക്രോമിയം തുടങ്ങിയ മെറ്റലോ കൊണ്ടും ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടും നമ്മൾ ഈ തേഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്നു. അതിനെയാണ് ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, സർജറിക്ക് ശേഷം ഒരാൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിൽ, പഴയതുപോലെ ഉള്ള പൂർവാവസ്ഥയിലെത്താൻ കഴിയുമോ? സാധാരണഗതിയിൽ നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്നാണ്. അതായത് പേഷ്യൻസ് എല്ലാം എനിക്ക് പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ പേഷ്യൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചില റെക്കമെൻഡേഷൻസ് പേഷ്യൻറ്റ് കൊടുക്കും. അതായത് ഈ താഴെ കുത്തിയിരിക്കാൻ പാടില്ല, കഴിയാവുന്നതും കസേരയിലിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ആ ജോയിൻറ്റിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. പക്ഷേ നമ്മൾ സർജറി കഴിഞ്ഞ് നേരെ പോയി ഫിസിയോതെറപ്പി, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫിസിയോതെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റർ ഓഫ് 3 months പേഷ്യൻറ്റിന് നോർമൽ ആക്ടിവിറ്റീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇൻക്ലൂഡിങ് ഡബിൾസ് ടെന്നീസ് വരെ കളിക്കാമെന്നാണ് റിസർച്ച് കാണിക്കുന്നത്. സിംഗിൾ ടെന്നീസ് പാടില്ല, കാരണം അത്രയും ഓടേണ്ടി വരും. പക്ഷേ ഡബിൾസ് ടെന്നീസ് വരെ നമുക്ക് കളിക്കാം. അത് ഇങ്ങനെ പറയുമ്പോൾ അത് ബേസിക്കലി ഐ എം ട്രൈങ് ടു സേ ദാറ്റ് നമുക്ക് അത്രയും സ്ട്രെയിൻ ചെയ്തും ആ മുട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. ആർത്രോസ്കോപ്പി എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അയ്യപ്പൻ വി നായരാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ഇത്രയും സംസാരിച്ചതിന്. ഇനിയൊരു ഇടവേള. ഭാഷാ വ്യത്യാസമില്ലാതെ സംഗീതത്തെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് കുരുന്നു ഗായകരുടെ സംഗീത സമ്മാനം. ഓർമ്മകളെ ഗൃഹാതുരത്വത്തെ തൊട്ടുണർത്തുന്ന മധുരഗാനം. ചടുലതയാർന്ന താളമേളത്തിന്റെ സംഗീത സംഗമം. നിങ്ങൾ നെഞ്ചോട് ചേർത്ത ഒരു പിടി നല്ല ഗാനങ്ങളുമായി സൂപ്പർ സ്റ്റാർ ജൂനിയർ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. പുകയിലയിൽ ക്യാൻസർ രോഗബാധയ്ക്ക് വഴിവെക്കുന്ന ബാക്ടീരിയയെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. ചവയ്ക്കുന്ന പുകയിലോൽപ്പന്നങ്ങളിലാണ് ഇത്തരം ബാക്ടീരിയ കണ്ടെത്തിയത്. ബാസിലസ് റിഷനിഫോർമിസ്, ബാസിലസ് പുമിലസ് എന്ന വിഭാഗങ്ങളിൽപ്പെട്ട ബാക്ടീരിയയാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ക്യാൻസറിനൊപ്പം ശ്വാസകോശ രോഗസാധ്യതയ്ക്കും വഴിവെക്കുന്നത് ഇത്തരം ബാക്ടീരിയകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ നാഷണൽ സെന്റർ ഫോർ ടോക്സിക്കോളജിക്കൽ റിസർച്ചാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തിയത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും.
ഇന്ത്യയിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ അൽഷിമേഴ്സ് രോഗം ബാധിക്കാനുള്ള സാധ്യതയിൽ കാര്യമായ കുറവ് വരുത്തുമെന്ന് പഠനം. പുകയിലയിൽ ക്യാൻസർ രോഗബാധയ്ക്ക് വഴിവെക്കുന്ന ബാക്ടീരിയയെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസവും വരുമാനവും കുറഞ്ഞ ചുറ്റുപാടിൽ വളരുന്ന കൌമാരക്കാർക്ക് യൗവനത്തിൽ അമിതവണ്ണം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30